എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഫ്രൂട്ട് കേക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ട്രെയിലാണ് സാധാരണ റെഡിയാക്കണത്. അപ്പോൾ നമുക്ക് ഈസിയാണ് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രൂട്ട് കേക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. വിഷിംഗ് യു വണ്ടർഫുൾ ക്രിസ്മസ് ടു എവറി വൺ. അപ്പോൾ ഫ്രൂട്ട് കേക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കും. അങ്ങനെ ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റുമോ, ചെറിയ പോർഷനായിട്ട് മുറിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൂട്ട് കേക്ക് റെഡിയാക്കി എടുക്കുന്ന ഒരു 2 വർഷം മുമ്പ് ഫ്രൂട്ട്സ് കുതിർത്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സും കൊണ്ടാണ്. അപ്പോൾ ടേസ്റ്റ് അല്പം കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 കപ്പ് തൊട്ട് 2 കപ്പ് വരെ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇങ്ങോട്ട് കൂടി ചേർക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇത് ഞാൻ വേറൊരു പ്രോപ്പർ കേക്ക് ടിന്നിൽ റെഡിയാക്കി എടുത്താണ്. അത് ആദ്യം മുറിച്ചിരുന്നു. അപ്പോൾ 2 കേക്ക് റെഡിയാക്കിയിരുന്നു. സെയിം റെസിപ്പി തന്നെയാണ്. ഞാൻ ഈ കേക്ക് ടിന്നിൽ റെഡിയാക്കി എടുത്ത കേക്കിനകത്ത് ഫ്രൂട്ട്സ് കുറച്ചാണ് കേട്ടോ ഇട്ടത്. കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഒരുപാടുള്ളത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടൊരു സ്ക്വയർ ഷേപ്പിൽ റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് റമ്മോ അല്ലെങ്കിൽ എന്താണ് ഉള്ളതെന്ന് ഒടിച്ചാൽ നേരത്തെ തയ്യാറാക്കി വെച്ച് നമുക്കത് ഫീഡ് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് മോയ്സ്ചറായിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം 3-4 കറുകപ്പട്ട, ഒരു ചെറിയ ചുക്ക്, ഒരു ഹാഫ് പോർഷൻ ജാതിക്ക കുരുവിൻ്റെ നട്ട്മെഗിൻ്റെ ഇത്. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ നല്ല ഫ്ലേവർ കാണും. അപ്പോൾ അത് പൊടിച്ച് മാറ്റി വെച്ചു. ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാൻ അല്പം ബട്ടർ പുരട്ടി ബട്ടർ പേപ്പർ റെഡിയായിട്ട് വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഇച്ചിരി അധികം സമയം കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കുന്ന കേക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ അടിയൊക്കെ മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഡബിൾ ലെയർ കൊടുത്താലും കുഴപ്പമില്ല. ഞാനൊരു സിംഗിൾ ലെയർ സൈഡിൽ കൂടെയും താഴെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ടിന്ന് റെഡിയായി. നമ്മുടെ സ്പൈസസ് പൗഡറും റെഡിയായി. ഇനി ഞാൻ ഇതിനകത്ത് സാധാരണ ചേർക്കുന്നത് നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ഫ്ലേവർ കൊടുക്കാം. ഞാൻ നാരങ്ങയും ചേർക്കുന്നുണ്ട്, ഓറഞ്ചും ചേർക്കുന്നുണ്ട്, അതിൻ്റെ നീര് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊലി ചിരകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാരങ്ങയുടെ തൊലി, അതിൻ്റെ വൈറ്റ് പാർട്ട് ഇടരുത് കേട്ടോ. അപ്പോൾ കയ്പ്പ് രസം വരും. അതുപോലെ തന്നെ നല്ല ഓറഞ്ച് പാർട്ട് മാത്രം 2 ഓരോന്ന് വീതം ചിരകി മാറ്റി അതിൻ്റെ ജ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് നമുക്കത് മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചേർക്കുമ്പോൾ ഞാൻ കൃത്യ അളവ് പറയാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് അതിൻ്റെ ഇച്ചിരി ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ഫ്രൂട്ടിൻ്റെ. അപ്പോൾ 1.5 കപ്പ് ഫ്ലവർ, പ്ലെയിൻ ഫ്ലവർ. ഞാൻ 3/4 കപ്പിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 കപ്പ് ഇട്ടത് കേട്ടോ. അപ്പോൾ 1.5 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത സ്പൈസ് പൗഡർ ഉണ്ടല്ലോ, അതൊരു 1.5 ടീസ്പൂണോളം ഉണ്ടായിരുന്നു കേട്ടോ ടോട്ടൽ. പിന്നെ ഞാൻ സിനമൺ പൗഡർ ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തു. അല്ലെങ്കിൽ അത് പൊടിച്ചെടുത്താലും മതി. ഇതെല്ലാം കൂടെ കൂടി പൗഡറിൽ ചേർത്ത് ഒന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ അരിക്കുമ്പോൾ നമ്മുടെ അതേ സ്പൈസസും എല്ലാ പൗഡറും കൂടെ ഒന്ന് കൂടി ഒഴിച്ച് വരും. പിന്നെ ഞാൻ പൊടിച്ചെടുത്തതുകൊണ്ട് തന്നെ അതിനകത്ത് ഇച്ചിരി ഒരു തരിതരിപ്പുള്ള പൊടികൾ കാണും, അത് മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ 1-2 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് അരിച്ച് മാറ്റാം. ഒരു ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി പഞ്ചസാര പാനിയാണ് കേട്ടോ ആദ്യം റെഡിയാക്കി എടുക്കണേ. അപ്പോൾ അത് ആദ്യം റെഡിയാക്കി എടുക്കാൻ വേണ്ടി 1/2 കപ്പ് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. അപ്പോൾ അത് അനക്കാതെ കുറച്ച് നേരം വെക്കുക. ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ കഴിയുന്നുണ്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞ് കളർ മാറി തുടങ്ങുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തിളപ്പിച്ച 1/2 കപ്പ് വെള്ളം ഹാഫ് ആദ്യം ഒഴിച്ച് കൊടുക്കണം. ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത് ഒഴിക്കണം. ഇപ്പോൾ ഏകദേശം മാറി തുടങ്ങിയപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അപ്പോൾ തണുത്തിരിക്കും. ബാക്കി എല്ലാ പ്രോസസ്സും കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തണുത്ത പഞ്ചസാര പാനി കിട്ടും. അപ്പോൾ ഇതായിരുന്നു ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം. അപ്പോൾ 1/4 കപ്പ് ആദ്യം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ സൂക്ഷിച്ചിട്ട് ഒഴിക്കണം, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബബിൾസ് ഒഴിച്ചൊന്ന് അടങ്ങി കഴിഞ്ഞിട്ട് വേണം അടുത്തത് 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നെഞ്ഞിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം റെഡിയാക്കി വെക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് തണുത്തിട്ടിരിക്കും. അപ്പോൾ ബാക്കിയത്തെ പകുതി കൂടെ ഒഴിച്ചു. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം. അപ്പോൾ ഇതൊന്നും ഞാൻ ആദ്യം മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നോക്കൂ, ബാക്കി അരിച്ചതിൽ കുറച്ച് തരിയുണ്ട്. നമ്മൾ പൊടി അരിക്കുമ്പോൾ ഞാൻ പൊടിച്ചെടുത്ത സ്പൈസസ് ആയതുകൊണ്ട്
അപ്പം ഞാൻ നോക്കൂ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് 2 വർഷം പഴകിയതാണ് കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ അത് നല്ലൊരു മണമാണ് കേട്ടോ. ഞാൻ 1.5 കപ്പ് അളവിൽ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് സോസൊന്നും ചേർക്കുന്നില്ല കേട്ടോ. 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ നല്ല മണമാണ് ഇതിന് നമ്മൾ 1.5 കപ്പ് പൊടിയിൽ 2 ടേബിൾ സ്പൂൺ പൊടി ഇതിനകത്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ സോസ് ഇല്ലാതെ 1.5 കപ്പ് അളവിൽ ഞാൻ ഫ്രൂട്ട്സ് അളന്ന് മാറ്റി. അതിന് കൂടെ നട്ട്സും ചേർക്കുന്നുണ്ട് കേട്ടോ. നട്ട്സ് ഞാൻ വാൽനട്ടും ബദാമുമാണ് നുറുക്കി ചേർക്കുന്നത് 1/4 കപ്പ്. നമുക്ക് ഇഷ്ടമുള്ള കാഷ്യൂസൊക്കെയാണ് ഉള്ളതെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ചേർത്ത് ഇത് ഇളക്കി യോജിപ്പിച്ച് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ പൊടി ചേർക്കുമ്പോൾ അത് ഫ്രൂട്ട്സ് താഴേക്ക് താഴ്ന്നു പോവില്ല. എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും കേക്ക് ബേക്കായി വരുമ്പോൾ. അപ്പോൾ ഇത് മാറ്റി വെച്ചു. നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണെങ്കിലും നമ്മൾ നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഒന്ന് പ്ലാൻ ചെയ്തിരുന്നാൽ മതി. കുറച്ച് സാധനങ്ങളിൽ ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ടല്ലോ. നല്ല തിക്ക് ഫ്രൂട്ട്സ് സ്മെല്ല് വരാൻ ഇഷ്ടമുള്ള ജാമുകൾ ചേർക്കാം. നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയും ഒക്കെ ഫ്ലേവർ ഇൻറ്റൻസിഫൈ ചെയ്തെടുക്കും. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ വളരെ കൂടുതലായിരിക്കും ഇതിന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ സോക്ക് ചെയ്തെടുക്കാമെങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് കുറച്ച് നാൾ ഇരിക്കുന്ന ഫ്രൂട്ട്സ് കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഇത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു ബോൾ എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ 200 ഗ്രാം ബട്ടർ, റൂം ടെമ്പറേച്ചർ ബട്ടർ ആയിരിക്കും കേട്ടോ. അതൊന്ന് മിക്സ് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം. ഒന്ന് ലൈറ്റ് കളർ ചേഞ്ച് ആയി വരണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിനകത്തേക്ക് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 3/4 കപ്പ് അളവിന് ബ്രൗൺ ഷുഗർ ചേർത്തിട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. കളറും നന്നായിട്ട് കിട്ടും നമുക്ക്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ ഷുഗർ ചേർത്താലും കുഴപ്പമില്ല. സൈഡൊക്കെ ഒന്ന് ഒതുക്കി മാറ്റിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി അതിനകത്തേക്ക് ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ചെയ്യാം. ആ കളർ ലൈറ്റ് ഓഫ് വൈറ്റ് കളറായി വരും. അപ്പം നമുക്കറിയാം നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ടെന്ന്. ബട്ടർ ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം. ഞാൻ 3/4 കപ്പ് അളവിന് ബ്രൗൺ ഷുഗർ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളർ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കരുത് കേട്ടോ. ഞാൻ 4 മുട്ട ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും ബട്ടറും കൂടെ ഒന്ന് കൂടി ഒഴിച്ച് നമുക്ക് ഇതിനകത്ത് ഓരോ മുട്ട വീതം ചേർത്ത് കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ ഒന്ന് പിരിഞ്ഞ പോലെ വരുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ മിക്സ് ചെയ്ത് പൊടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഓരോ മുട്ട ചേർത്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ വരാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പിരിഞ്ഞു പോവില്ല. അപ്പോൾ ഓരോ മുട്ട വീതം ചേർക്കുക. 4 മുട്ട ടോട്ടൽ ചെയ്യുക. 1 മിനിറ്റ് വീതം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അടുത്ത മുട്ട ചേർക്കുക. അപ്പോൾ 4 മുട്ടയും നമുക്ക് ചേർക്കുക.
മുട്ടയെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വനില എസൻസ് ഒരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ പഞ്ചസാര റെഡിയാക്കി വെച്ചിരുന്ന അത് ഒരു അര കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അത് മുഴുവൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അത് നന്നായിട്ട് തണുത്ത് നല്ല തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തിക്കായി കിട്ടും കുറച്ച് തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ അത് മുഴുവൻ ചേർത്ത് കൊടുത്തു. ഇനി ഓരോന്ന് ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ബ്ലെൻഡാക്കിക്കൊണ്ടിരിക്കാം. ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഇതിനകത്ത് ചേർക്കാണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ഓറഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓരോന്ന് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര പാനി മുഴുവൻ ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ ലെമണിൻ്റെ സിസ്റ്റ് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് മുഴുവൻ ചേർക്കാം. അതുപോലെ തന്നെ നാരങ്ങ നീര് ഞാൻ മുഴുവൻ ചേർക്കുന്നില്ല കേട്ടോ, നമുക്ക് അളന്നിട്ട് ചേർക്കണം അത്. അപ്പോൾ ഓറഞ്ച് തൊലി ചേർത്തു. ഇനി അതിൻ്റെ നീര് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നാരങ്ങ നീര് നമുക്ക് അളന്നിട്ട് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ചേർക്കാം അതിനകത്ത് നാരങ്ങ നീര്. ഇനി നമുക്ക് ഓറഞ്ച് നീര് ചേർത്ത് കൊടുക്കാം. ടീസ്പൂണിൽ തന്നെ മെഷർ ചെയ്ത് ചേർക്കാം. മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി പൊടി ഒഴിച്ചെടുക്കാം. ഇനി ഞാൻ ജാം, എൻ്റെ കയ്യിലിരിക്കുന്ന സ്ട്രോബെറി ജാമാണ്, ഒരു ടേബിൾ സ്പൂൺ ചേർത്തു. മിക്സ്ഡ് ബെറീസോ അങ്ങനെ ഏതാ ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറുള്ള ജാമുള്ള അത് ചേർക്കാം. എല്ലാം ചേർത്ത് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൗഡർ, നമ്മുടെ ഫ്ലോർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൈസൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലോർ കുറേശ്ശെ ചേർത്തിട്ട് ഇനി നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു വുഡൻ തവിയും കൊണ്ടോ അല്ലെങ്കിൽ സ്പാച്ചിലയും കൊണ്ടോ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. അതും കൂടെ ചേർത്താൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ചേർത്ത് ഇനി ബേക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു 45 to 55 മിനിറ്റ് കേട്ടോ. നമ്മളെടുക്കുന്നതും ഓവൻ്റെ ട്രേയുടെ ഒക്കെ അനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരും. ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ ടൈം അധികം വേണം. അപ്പോൾ പൊടികളെല്ലാം കൂടി ഒന്ന് കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ. 180 ഡിഗ്രിയിൽ ഞാനൊരു 55 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തപ്പോഴാണ് കേട്ടോ എൻ്റെ ഇത് റെഡി ആയത്. അപ്പം അതൊരു 45 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി റമ്മൊക്കെ ഉള്ളത് കൊണ്ട് അത് ഫീഡ് ചെയ്ത് ഞാൻ ഒരാഴ്ച മുമ്പ് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ 2-3 ദിവസം ഇങ്ങനെ ഫീഡ് ചെയ്തിരിക്കുമ്പോൾ അത് നന്നായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ക്രിസ്മസിന് റെഡി ആയിട്ടിരിക്കും. കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ അത് സോഫ്റ്റ് കൂടുകയും ചെയ്യും, അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുകയും ചെയ്യും ഫ്രൂട്ട് കേക്കിൻ്റെ. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ചേർത്ത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് മിക്സിങ് ടിന്നിലേക്ക് ചേർത്ത് എന്നാൽ എല്ലായിടത്തും ആക്കി ഒന്ന് 2 എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് ഫ്രൂട്ട് കേക്കിന്. ഓക്കെ, ഞാൻ കാഷ്യൂസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ടോപ്പിൽ.
അപ്പോൾ ഇനി നമുക്ക് ഓവനിലേക്ക് വെക്കാം. റീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ 55 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്ത് നോക്കൂ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ഹോളിലിട്ട് നമുക്ക് ടൂത്ത് പിക്കും കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് ബേക്കായോ ഒന്ന് നോക്കാം എല്ലാ ഭാഗത്തും. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ഹോളിട്ടിട്ട് അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി റമ്മോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വിസ്കിയോ ഒന്ന് ചെറിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുക. എല്ലാ ദിവസവും വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെയാണ് വീക്ക്ലി വൺസ് ഫീഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് മോയ്സ്ചർ കേക്ക് ക്രിസ്മസ് ഡേക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും വിഷിംഗ് യു ഓൾ എ മെറി ക്രിസ്മസ്. താങ്ക് യു ഫോർ വാച്ചിങ് GNV വ്ളോഗ്സ്. താങ്ക് യു. ബൈ.